ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞാന്ന് അറിയാൻ വന്നാണല്ലേ? കുറച്ച് ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവാൻ മെല്ലെ ഒളിഞ്ഞിരുന്ന് കേട്ടാണല്ലേ ചോദിക്കുക. പറഞ്ഞത് കറക്റ്റ് ആണോ? പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നോ അതിൽ കൂടുതലാകാം, എത്രണ്ണം വേണമെങ്കിലും ആകാം. രണ്ടെന്നല്ല, എത്രണ്ണം വേണമെങ്കിലും ആകാം. ഒന്നിൽ കൂടുതൽ എന്ന് പറയാല്ലേ? ഒരെണ്ണം ഉണ്ടെങ്കിലും അതിന് പ്രൈസ് ആയി മാറുമോ? ഒരു വിഷയം ഉണ്ടെങ്കിൽ പ്രൈസ് ആകുമോ? ഒരെണ്ണം ആണെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലേ? ഒരെണ്ണം ആണെങ്കിൽ അഡ്ജക്റ്റീവ് ആണ്. ജസ്റ്റ് ഞാനൊന്ന് പറയട്ടെ, ഓൾറെഡി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ക്ലിയർ ആണ്. അതായത് ഒരെണ്ണം, ഒരു വേർഡ് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് മാത്രമാണെങ്കിൽ അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്. ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് വർക്ക്സ് ടുഗദർ ഇൻ എ സെന്റൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ്, ഒരു കൂട്ടം വേർഡ്സ് ആയിരിക്കും. അത് ഒന്നിൽ കൂടുതൽ എത്ര എണ്ണം വേണമെങ്കിലും ആകാം. ഓക്കെ, കറക്റ്റ് ഒരു നമ്പർ ഇല്ല, ഒന്നിൽ കൂടുതലായിരിക്കും. ഒരെണ്ണം ആയിരിക്കില്ല, ഒരെണ്ണമാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. ഒന്നിൽ കൂടുതൽ എത്ര എണ്ണം വേണമെങ്കിലും വരുമ്പോ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അത് നൗണിനെയും പ്രോനൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. എക്സാമ്പിൾ, അലക്സ് ഈസ് എ വെൽ ബിഹേവ്ഡ് മാൻ. അവിടെ രണ്ട് വേർഡ് യൂസ് ചെയ്തു, വെൽ ബിഹേവ്ഡ് എന്നാണ്. ഓക്കെ, വെൽ ബിഹേവ്ഡ് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. Nick is a man of friendly nature. അവന് ഫ്രണ്ട്ലി നേച്ചർ ആണ് അവന്. ഓക്കെ, അതും രണ്ട് വേർഡ് ആണ്. സോ അതും അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. She leads a very interesting life. അവള് നയിക്കുന്നത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ലൈഫാണ്. വെരി ഇൻട്രസ്റ്റിംഗ്, അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. The movie was really excellent. ഓക്കെ, really excellent ആണ് അവിടെ ഫ്രേസ് ആയിട്ട് വരാം. He is a highly skilled musician. Highly skilled musician, രണ്ട് വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. So it's an adjective phrases. ഇനിയിപ്പോ ഒരു നേരത്തെ പറഞ്ഞാൽ ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. ഷീസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ലുക്ക് ലൈക്ക് എ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്രേസ് ആണ്. ഓക്കെ, ഇനി ഷീസ് എ ഗുഡ് ഡാൻസർ ആൻഡ് ഷീസ് ഹൈലി ടാലന്റഡ് ഡാൻസർ എന്ന് പറഞ്ഞു, അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്തോളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ സൈലന്റ് ആക്കി വെച്ചാലാണ് ക്ലിയർ ആവുക. ഓക്കെ, അപ്പോ ഇതാണ് അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഇനി ക്ലോസ് ഉണ്ട്. ക്ലോസ് ശ്രദ്ധിച്ചിരിക്കുക, കൺഫ്യൂഷൻ വരും, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഡൗട്ട് ചോദിക്കാം. ഫ്രേസ് എന്ന് പറയുന്നത് ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സോറി, ക്ലോസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് വരിക. ക്ലോസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ് പ്രോണൗൺ, കുറച്ച് വേർഡ്സ് റിലേറ്റീവ് പ്രോണൗൺ പഠിച്ചു. ഏതൊക്കെയാണ്? ദാറ്റ്, വിച്ച്, ഹൂ, വെയർ, ഹൂസ് എന്നൊക്കെ പറഞ്ഞ റിലേറ്റീവ് പ്രോണൗൺ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ്, ഇപ്പൊ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ് എന്ന് പറയുന്ന സെന്റൻസ്. ആ സെന്റൻസ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ആ സെന്റൻസ് എന്തിനെയാണ് എന്ത് ബേസ് ചെയ്താണ് പറയുന്നത്. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ് എന്ന് പറയുമ്പോൾ ഐ വിസിറ്റഡ്, ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലം, ഞങ്ങൾ മീറ്റ് ചെയ്ത സ്ഥലമാണ് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ പ്രോണൗൺ ആണ്. ഐനെ കുറിച്ചിട്ടാണ്, ഐനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ആ സെന്റൻസ്. അപ്പൊ അതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. കാരണം ഒരു പ്രോണൗണിനെയാണ് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്നാണ്. ഫ്രേസ് ആണെങ്കിൽ ഒരുപാട് വേർഡ്സ് വരും അല്ലെ, അതിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യും. അപ്പൊ ആ സെന്റൻസ് അങ്ങനെ ഫ്രേസ് അല്ല. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ് എന്നാ പറയുന്നത്. അപ്പൊ അത് ഫ്രേസ് അല്ല. ഓക്കെ, ഇനി അറിയേണ്ടത് ക്ലോസ് ആണോ എന്നാണ്. ക്ലോസ് ആണോ എന്ന് നോക്കേണ്ടത്, ക്ലോസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. അതായത് ഈ ദാറ്റ്, വിച്ച്, ഹൂം, വെയർ, ഹൂസ് എന്ന് പറയുന്ന ഈ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും ഈ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
അത് മാത്രമല്ല ഈ ക്ലോസില് ഒരു വെർബും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു വെർബ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫ്രേസിൽ നോക്കിയപ്പോൾ വെർബ് ഒന്നുമില്ല, കാരണം ഒരു നൗണിനെ വെറുതെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്തു എന്നുള്ളത്. പക്ഷെ ക്ലോസിലേക്ക് വരുമ്പോ അഡ്ജക്റ്റീവിനെ തന്നെയാണ് പറയുന്നെങ്കിലും അവിടെ ഒരു വെർബ് ഉണ്ടാകും, ഒരു റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടാകും. ഈ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ആ സെന്റൻസ് തരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത് ആദ്യം തന്നെ ഇത് എന്താണെന്ന് നോക്കണം, എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. അപ്പോ നൗണിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രോണൗണിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് ഓക്കെ, അത് ചിലപ്പോൾ അഡ്ജക്റ്റീവ് ആണോ, അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ്, ഇത് മൂന്നുമായിരിക്കും അത് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ നോക്കാം അഡ്ജക്റ്റീവ് ആണോ നോക്കാം. അപ്പൊ ഏതെങ്കിലും വേർഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ നോക്കാം. അപ്പൊ അല്ല, ഒരു വേർഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണോ നോക്കാം. അപ്പൊ നോക്കുമ്പോൾ അതുമല്ല, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ല. ഇനി പിന്നെ നിങ്ങൾ അറിയേണ്ടത് ക്ലോസ് ആണോ എന്നാണ്. അപ്പൊ ക്ലോസ് ആണോ എന്ന് അറിയേണ്ടത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ഇനി ചോദിക്കും, ചോദിച്ചോളൂ. ഒന്നുകൂടെ പറയോ? ഒന്നും മനസ്സിലായില്ല. അഡ്ജക്റ്റീവ് ഫ്രേസ് വരെ ക്ലിയർ ആണ്. വിട്ടേക്കോ? അഡ്ജക്റ്റീവ് ഫ്രേസ് വരെ ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയി ആണ്. അവിടെ നിൽക്കട്ടെ, അതാണ് ബെറ്റർ. അപ്പൊ ഒരു കാര്യം പറയട്ടെ മിസ്സേ, എനിക്ക് മനസ്സിലായത് ഞാൻ പറയട്ടെ. ഗ്രൂപ്പ് വേർഡ്സ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനൗൺസിലാണെങ്കിൽ അത് എന്താണ്, ക്ലോസ് ആയിരിക്കും. ഇത്രേ ഉള്ളോ? ഇതാണോ? പറഞ്ഞത് ഒന്നുകൂടെ പറയോ? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനൗൺസിലാണെങ്കിൽ അത് ക്ലോസ് ആയിരിക്കും. അത് മനസ്സിലായില്ലേ? ക്ലോസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺസ് വെച്ചായിരിക്കും. ക്ലോസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. അത് വരെ നിൽക്കൂ, അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അഡ്ജക്റ്റീവ് ആണോ എന്ന് നോക്കണം കേട്ടോ. നൗണിനെയും പ്രോനൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ വേർഡ് സെന്റൻസ് ആണോ, അതും ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതായത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനൗണിലാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആണ്. ഇപ്പോ എക്സാമ്പിൾ നോക്കിയേ, ദ ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലീഷ്യസ്. ഓറഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാക്കണം. The orange that he bought was delicious. ഓറഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, സോ നൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് അവിടെ ആ സെന്റൻസിൽ ക്ലോസ് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ നോക്കാം. ദാറ്റ് വന്നു അല്ലേ? അങ്ങനെ കണ്ടാലേ ഓക്കെ അത് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാം, ഏതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല ഈ എക്സാമ്പിള്. കണ്ടില്ല? സ്ക്രീനിലോട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഈ റിലേറ്റീവ് പ്രോണൗൺസ് പഠിക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് ഓക്കെ, ദ വുമൺ ഹു വാസ് വെയറിംഗ് എ റെഡ് ഡ്രസ്. വുമണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ വുമൺ റെഡ് ഡ്രസ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ സെന്റൻസ് വായിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ആ വുമണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ വുമൺ എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ, ഇനി നോക്കേണ്ടത് അവിടെ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ നോക്കാം. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ഇവിടെ കണ്ടാല് ഓക്കെ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് ആൻസർ. ഓക്കെ, ഈ രണ്ടാമത്തെ പറയുന്ന എനിക്ക് ഒന്നും കത്തുന്നില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത്. ഓക്കെ, ക്ലോസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. കൺഫ്യൂഷൻ വരണ്ട, ഫ്രേസ് വരെ ക്ലിയർ ആക്കാം മതി. ഓക്കെ, അപ്പോ അത് വിട്ടേക്കും. ഇനി നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, വെർബിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. അഡ്ജക്റ്റീവ് ഈ നോട്ട് അപ്ലോഡ് ചെയ്യും, മാക്സിമം നോക്കുക, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ താങ്ക് യു. താങ്ക് യു ഓൾ. ഇനി സൈൻ ഔട്ട്. താങ്ക് യു ടീച്ചർ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയൂ.
ഇല്ലല്ലോ?